ഇന്ന് കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് ജാസ്മിൻ ഷാ എന്നോട് വിളിച്ചിട്ട്, ഞാൻ ജാസ്മിൻ ഷാ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അപ്പം ഞാൻ പറയും, ജാസ്മിൻ നിങ്ങൾ ഈ ഫേസ്ബുക്കിൽ മാത്രം നടത്തിയപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പബ്ലിക് പരിപാടിയൊക്കെ നടത്തണം, അത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് നടത്തണം എന്ന് ഞാൻ ജാസ്മിനോട് പറഞ്ഞപ്പോൾ, എന്നാൽ ശരി പിടിച്ചോ, ജനുവരി മാസം 25-ാം തീയതി നടത്തുവാണ് എന്ന് എന്നോട് പറയുന്നു. ഞാൻ വിട്ടുപോയി. കഴിഞ്ഞ ആഴ്ച എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് ഇത് ഉണ്ടെന്ന്, കാരണം ഫേസ്ബുക്കിലൊന്നും ഞാൻ കണ്ടില്ല. ഇന്ന് രാവിലെ ഏതാണ്ട് 3 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടതാ. വണ്ടി ഓടിച്ച് ഞങ്ങൾ 2-3 പേര് ഇങ്ങോട്ട് പോന്നു. അതിന് കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പൊതുവേ പബ്ലിക് പരിപാടിയിൽ ഇദ്ദേഹത്തെ പോലെ പലപ്പോഴും ഇദ്ദേഹം എത്ര തിരക്കാണെങ്കിലും ഈ സാംസ്കാരിക പരിപാടി പറ്റിയാൽ വിടാത്ത ആളാണ്. ഇങ്ങനത്തെ പരിപാടി നമ്മൾ പറഞ്ഞിട്ടാണ് വന്നേ, എഴുത്തും ബുദ്ധിജീവിയും ഒക്കെ. പക്ഷേ ഞാൻ പൊതുവെ പോവാറില്ല. അതിൻ്റെ കാരണം ഇദ്ദേഹത്തിനൊക്കെ സിനിമാഭിനയവും മറ്റേതാവുമ്പോൾ കുറച്ച് ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടും. എനിക്ക് ഒട്ടും കിട്ടത്തില്ല. എല്ലാ ദിവസവും രാവിലെ 4 മണി മുതൽ രാത്രി 11 മണി വരെ പണിയെടുക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ UNA എന്ന സംഘടന ഒരു പരിപാടി നടത്തുന്നു എന്ന് പറഞ്ഞ് ക്ഷണിച്ചാൽ എനിക്കതാണ് പ്രധാനപ്പെട്ടത്, ഞാനതിൽ പങ്കെടുക്കും. ഞാൻ UNA കാണുന്നത്, ഞാൻ കഴിഞ്ഞ തവണ നിങ്ങളോട് പറഞ്ഞിരുന്നു എൻ്റെ കുടുംബത്തിലെ നേഴ്സുമാരുടെ കാര്യം. ഞാൻ UNA കാണുന്നത് എനിക്ക് വ്യക്തിപരമായി UNAയോടോ അല്ലെങ്കിൽ നേഴ്സുമാരോടുള്ള ബന്ധത്തിനപ്പുറം ഈ സമൂഹത്തിന് വലിയൊരു മാറ്റം വരുത്തുന്നതിന് വിപ്ലവകരമായ ഒരു തുടക്കം കുറിച്ച ഒരു ജനകീയ കൂട്ടായ്മ എന്ന നിലയിൽ ഒത്തിരി അത്തരം മൂവ്മെന്റുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാറുണ്ടെങ്കിലും, ഒരുപാട് ജനകീയ സമരങ്ങൾ നമ്മുടെ നാട്ടിൽ രൂപപ്പെടാറുണ്ടെങ്കിലും, ഇപ്പോഴും മലയോര കർഷകർക്ക് വേണ്ടി ഒരു സത്യാഗ്രഹം കഴിഞ്ഞ ഓഗസ്റ്റ് 15 മുതൽ കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കണ്ടിൽ നടക്കുന്നുണ്ട്. ആർക്കും അറിയില്ല. ഒരുപാടിടങ്ങളിൽ സാധാരണ മനുഷ്യരുടെ കൂട്ടായ്മകൾ രൂപപ്പെടുകയും ജനങ്ങളുടെ ശബ്ദമുയരുകയും ചെയ്യുമ്പോഴൊക്കെ ഭരണകൂടം അതിനെ അടിച്ചമർത്തുക മാത്രമല്ല, സോഷ്യൽ മീഡിയ അതിനെ അധിക്ഷേപിച്ച് സൈബർ ആക്രമണം നടത്തി അവരുടെ വീര്യം കെടുത്തി ഇല്ലാതാക്കുന്നത് നമ്മുടെ നാട്ടിലെ രീതിയാണ്. അത് സംഘടന മാത്രമല്ല, നിലവിലുള്ള വ്യവസ്ഥാപിതവും പരമ്പരാഗതവുമായ സംവിധാനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്ന മനുഷ്യർക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ യുദ്ധം പ്രഖ്യാപിച്ച് അവരുടെ മേൽ എന്തെങ്കിലുമൊക്കെ ചാപ്പ കെട്ടി അവരെ നിശബ്ദരാക്കുകയും പരിഹാസ്യരാക്കുകയും ചെയ്യുമ്പോൾ ഭയന്ന് എവിടെയെങ്കിലുമൊക്കെ ഒളിച്ച് അത് നശിച്ചു പോകുന്ന ഒരു കാലമാണ് നമ്മുടേത്. അവിടെ പിടിച്ചു നിന്ന ഒരേ ഒരു പ്രസ്ഥാനമാണ് UNA, ഒരേ ഒരു പ്രസ്ഥാനം. അതുകൊണ്ട് അവസാനം വരെ UNAക്കൊപ്പം ഉണ്ടാവും. കാരണം UNA എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപം കൊണ്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾക്ക് അന്ന് കിട്ടിയിരുന്ന 3000 രൂപ ഇന്ന് 10000 രൂപയാകുമായിരുന്നു. അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ശമ്പളം വർദ്ധിക്കുമായിരുന്നില്ല. നോക്കൂ, 2013 നിങ്ങൾ സമരം നടത്തി ഒരു ശമ്പള വർധനവ് നടത്തുന്നു, പിന്നെ അവർ അനങ്ങിയില്ല. 2018 നിങ്ങൾക്ക് ഇടക്കാല ആശ്വാസം എന്ന നിലയിൽ ഒരു ശമ്പള വർധനവ് നടക്കുന്നു. പിന്നെ 7 വർഷമായിട്ട് നിങ്ങളുടെ ശമ്പള വർധനയെ കുറിച്ച് ഇവർ അനങ്ങിയിട്ടില്ല. ഇതായി കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഞങ്ങൾ 2013 ശമ്പള വർധനവിന്റെ 60% നൽകുമെന്ന്. എന്തൊരു തട്ടിപ്പാ! ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ആ പ്രഖ്യാപനം വരും. എന്തായിരിക്കും നമ്മുടെ പത്രങ്ങൾ എഴുതുക? നേഴ്സുമാരുടെ ശമ്പളം 60% വർദ്ധിപ്പിച്ചിരിക്കുന്നു. എന്തൊരു കയ്യടിയായിരിക്കും! അതിന്റെ പേരിൽ നേഴ്സിംഗ് കുടുംബത്തിൽ പോലും ആളുകൾ വോട്ട് ചെയ്തെന്ന് വരും. യഥാർത്ഥത്തിൽ 2013 7,500 രൂപയുടെ 60% വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ് 2018 20,000 രൂപയാക്കിയത് മനഃപൂർവ്വം മറന്നുപോകും. ഇതാണ് നമ്മുടെ സമൂഹത്തിന്റെ പ്രത്യേകത. ഒരാൾ ഒരു നുണ പറയുന്നു, ആ നുണ സോഷ്യൽ മീഡിയയിലൂടെ കുറെ ആളുകൾ ഏറ്റെടുക്കുന്നു, അത് സത്യമാണെന്ന് വിശ്വസിച്ച് മനുഷ്യർ അതങ്ങ് ആഘോഷമാക്കുന്നു. എന്തുകൊണ്ടാണ് എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത്, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ചുണ്ടെങ്കിലും കുറച്ചുകൂടി ആവേശത്തോടെ, എത്ര 2 ലക്ഷം പേരെങ്കിലും കാണും UNAയിൽ അംഗമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു 6 ലക്ഷം പേരെങ്കിലും നേഴ്സുമാർ കാണും. ഇനി മറ്റ് അവരുടെ കുടുംബാംഗങ്ങൾ കൂടിയാൽ എന്തൊരു വലിയ കമ്മ്യൂണിറ്റിയാണ്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ രാഷ്ട്രീയക്കാർ ജാതി സംഘടനകളെ ഭയന്ന് ജീവിക്കുന്ന എല്ലാ ജാതി സംഘടനകളെ, ഞാൻ ഏതെങ്കിലും ഒന്നിനെ എടുത്ത് പറയുന്നില്ല, മതസംഘടനകളെയും ജാതി സംഘടനകളെയും ഭയന്ന് ജീവിക്കുന്നവരാണ്. ഞാൻ ഈ ജാതി സംഘടനകളുടെ പരിപാടിയിൽ പോകാറുണ്ട്. തിരുവനന്തപുരത്താണെങ്കിൽ പബ്ലിക് പരിപാടി ഞാൻ പങ്കെടുക്കുന്നത് തിരുവനന്തപുരത്ത് മാത്രമാണ്. വലിയ ആളൊന്നും കാണില്ല.
പക്ഷെ ഏതെങ്കിലും ഒരു ജാതിയുടെ ഏതെങ്കിലും ഒരു മതത്തിന്റെ ലേബൽ ഒട്ടിച്ചാൽ അവിടെ മുഖ്യമന്ത്രിയും കാണും, പ്രതിപക്ഷ നേതാവും കാണും, സകല മനുഷ്യരും കാണും. പക്ഷേ UNAയുടെ പരിപാടിയിൽ കാണുന്നില്ല. നിങ്ങൾ എത്രമാത്രം ശക്തിയുള്ളവരാണെന്ന്, നിങ്ങൾക്ക് എത്രമാത്രം സ്വാധീനമുണ്ടെന്ന് അവർക്കറിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ശക്തി തെളിയിക്കുകയാണ്. നിങ്ങളുടെ ശക്തി തെളിയിക്കുന്നത് സമരത്തിലൂടെ നിങ്ങൾ ശക്തി തെളിയിക്കുന്നുണ്ട്, നേട്ടം കൊയ്യുന്നുണ്ട്. എനിക്കറിയാം, ഞാൻ ഇന്ന് ഏതെങ്കിലും ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് വിളിച്ചിട്ട് ഒരു ചെറിയ സഹായം ആവശ്യപ്പെട്ട, ഇപ്പൊ ഈ തിരുവനന്തപുരത്തെ ഞങ്ങളുടെ ഒരു ജീവനക്കാരന്റെ സഹോദരിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്നു. എത്തപ്പെട്ടത് തിരുവനന്തപുരത്തെ ഏറ്റവും ഫീസ് ഈടാക്കുന്ന ഒരു ആശുപത്രിയിലാണ്. അവിടെ ആക്സിഡന്റ് ആണ്, വലിയ അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. ആ ആശുപത്രിയിലാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനോട് എൻ്റെ അവിടേക്ക് തന്നെ കൊണ്ടുപോയത് ഒരു 10-30 ലക്ഷം രൂപയെങ്കിലും ചെലവാകും. പക്ഷെ അവിടേക്കാണ് എത്തിച്ചത്. അന്ന് ഞാൻ എന്തായാലും, എനിക്ക് ആശുപത്രി പരിചയക്കാരൊന്നുമില്ല. ഞാൻ എൻ്റെ ഫോൺ എടുത്ത് പരിശോധിച്ചപ്പം ഒരു ഡോക്ടറുടെ പേരുണ്ട്. ഞാൻ പെട്ടെന്ന് ഓർത്തു, പണ്ടൊരിക്കൽ സംസാരിച്ചതാണ്. ഞാൻ ഡോക്ടറെ വിളിച്ചു. അദ്ദേഹം ഓടിയെത്തി, സകല ചികിത്സയും കൊടുത്തു. എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അപ്ഡേറ്റ് ചെയ്തു. മാത്രമല്ല, ഒരു 25-30 ലക്ഷം രൂപയെങ്കിലും കൈയൊക്കെ മുറിഞ്ഞു പോയിരുന്നു. മരിച്ചു പോയേക്കുമെന്ന് ആശങ്കപ്പെട്ട ഗുരുതര രോഗമായിരുന്നു. 6-7 ലക്ഷം രൂപയെ ബില്ലും അടച്ചുള്ളൂ. എന്തുകൊണ്ടാണെന്നറിയാമോ? ഞാൻ UNAയോട് സഹകരിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് എന്നാ ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ആശുപത്രി മാനേജ്മെന്റുകൾക്ക് കൃത്യമായി അറിയാം UNAയുടെ ശക്തി. ആശുപത്രി മാനേജ്മെന്റുകൾക്ക് കൃത്യമായി അറിയാം UNA പറയുന്നത് സത്യമാണെന്ന്. പക്ഷെ അത് നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് അറിയില്ല, മത നേതാക്കൾക്ക് അറിയില്ല. നിങ്ങൾ അത് അറിയിക്കാൻ ശ്രമിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് സൈബർ ആക്രമണത്തെ ഭയമാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ യോഗത്തിലേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം, നിങ്ങൾ സൈബർ ആക്രമണത്തെ ഭയക്കരുതേ എന്നതാണ്. അങ്ങനെ സൈബർ ആക്രമണത്തിന് മുമ്പിൽ ചൂളിപ്പോകുന്നവനായിരുന്നെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇവിടെ നിൽക്കുമായിരുന്നില്ല. എല്ലാ ദിവസവും 1000 പേരെങ്കിലും എന്നെ തെറി വിളിക്കുന്നുണ്ടാവും സോഷ്യൽ മീഡിയയിൽ, കുറഞ്ഞത്. അത് കുറഞ്ഞ കണക്കാ. ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാറുണ്ട്. ഞാൻ കമന്റ് തിരിഞ്ഞു നോക്കാറേ ഇല്ല. നോക്കി എൻ്റെ ഒരു ദിവസം പോവും. ഞാൻ വിശ്വസിക്കുന്നത് പറയട്ടെ. പക്ഷെ അടിസ്ഥാനപരമായി സത്യമാണ് നമ്മൾ പറയുന്നതെങ്കിൽ അത് വിജയിക്കും, നിലനിൽക്കും. 17 വർഷമായി ഞാൻ ഓൺലൈൻ മാധ്യമ പ്രവർത്തനം തുടങ്ങി. 17 വർഷം. അതിനിടയിൽ എത്രയോ മാറ്റങ്ങൾ കടന്നുപോയി. എത്രയോ ഓൺലൈൻ ചാനലുകളും ഓൺലൈൻ പത്രങ്ങളും വന്നു. പലരും അസ്തമിച്ചു പോയി, പലരും നേരത്തെ തന്നെ തീർന്നുപോയി. പക്ഷെ എന്തുകൊണ്ടാണ് മറുനാടൻ കൃത്യമായി വളർന്നുകൊണ്ടിരിക്കുന്നത്, പുതിയ തലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇത്രയേറെ വിദ്വേഷ പ്രചാരകരുണ്ടായിട്ടും. അത് സത്യമാണ് പറയുന്നതെങ്കിൽ ആ സത്യം നിലനിൽക്കും. പറയുന്നതും നുണയാണ് എന്ന് പ്രചരിപ്പിക്കുന്നവർ പോലും പറയും സത്യമാണ് പറയുന്നതെന്ന്. ഞാനിപ്പോ ഇന്നലെ ഒരു വാർത്ത കൈകാര്യം ചെയ്യാൻ നോക്കുകയായിരുന്നു. മെന്റലിസ്റ്റ് ആദി എന്ന് പറയുന്ന ഒരു കലാകാരൻ, അയാളും ബന്ധപ്പെട്ടൊരു തട്ടിപ്പ്. അതിന്റെ സത്യം എന്താ നമുക്കറിയത്തില്ല. സത്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആ വാർത്ത പരിശോധിച്ചപ്പോഴാണ് 2006-7 വർഷം മുമ്പ് ഗിറ്റാറിസ്റ്റ് സംഗീതജ്ഞൻ ബാലഭാസ്കർ മരിച്ചപ്പോ ഞാനൊരു വാർത്ത ചെയ്തിരുന്നു. ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ടത് ദുരൂഹതയുണ്ടെന്നും വീട്ടുകാർക്ക് ആശങ്കയുണ്ടെന്നും സംശയമുണ്ടെന്നും ഗുരുവായൂരിൽ രാത്രിയിൽ മുറി ബുക്ക് ചെയ്ത ബാലഭാസ്കർ എന്തിനാണ് ധൃതി പിടിച്ച് അന്ന് രാത്രിയിൽ തിരുവനന്തപുരത്തേക്ക് പോകുന്നതൊക്കെ തുടങ്ങിയ ഒരു വാർത്ത ഞാൻ ചെയ്തിരുന്നു. അന്ന് ഭയങ്കരമായ തെറിവിളിയായിരുന്നു. ഈ മെന്റലിസ്റ്റ് ആദി അന്ന് പറഞ്ഞു, ഈ ഷാജൻ സ്കറിയ എന്ന് പറയുന്ന ഒരുത്തൻ, എനിക്ക് അവൻ ആരാന്ന് അറിയത്തില്ല, ഞാൻ അവരാരാന്ന് അന്വേഷിക്കുന്നുമില്ല, അവന് ബാലുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തിരുത്തി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ജീവിതം ഇനി അവനെ തകർക്കാൻ വേണ്ടി മാറ്റിവെക്കുന്നു. ഞാൻ ഇന്ന് പരിശോധിച്ചപ്പോൾ വീണ്ടും കണ്ടതാ, ഇന്നലെ. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഞാൻ ആദ്യം പറഞ്ഞ കാര്യം പിന്നീട് കേരളത്തിലെ എല്ലാ ചാനലുകളും പത്രങ്ങളും കൈകാര്യം ചെയ്ത് CBIയുടെ അന്വേഷണം വരെ എത്തി. എവിടെ എത്തി എന്നുള്ള രണ്ടാമത്തെ കാര്യം. എങ്ങനെയാണ് ഞാനത് പറഞ്ഞത്? അവരുടെ വീട്ടുകാർ എന്നോട് പറയുന്നു ഞങ്ങൾക്ക് ആശങ്കയുണ്ടെന്ന്. അത് സ്വാഭാവികമായും ഞാൻ വാർത്തയാക്കുന്നു. ഇന്ന് നമുക്ക് കേട്ട് പരിചയമില്ലാത്ത രീതിയിൽ വാർത്തകൾ വരുമ്പോൾ ആളുകൾക്ക് അവിശ്വസനീയതയുണ്ട്. പക്ഷെ പിന്നീട് അത് സത്യം തിരിച്ചറിയും, സത്യം നിലനിൽക്കും. അത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ UNAയോട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങളെ ആര് സൈബർ ആക്രമണം നടത്തിയാലും നിങ്ങളുടെ ഭാഗത്താണ് ശരിയെങ്കിൽ നിങ്ങൾ വിജയിക്കും. നിങ്ങളെക്കുറിച്ച് എത്ര നുണകൾ ആര് പറഞ്ഞാലും നിങ്ങളുടെ ഭാഗത്താണ് ശരിയെങ്കിൽ അത് വിജയിക്കും.
എന്നെക്കുറിച്ച് അനാവശ്യം മുസ്ലിം വിരുദ്ധൻ എന്ന് പറയാറുണ്ട്. എന്തിനാണ് പറയുന്നത് എനിക്കറിയില്ല. ഞാൻ ഇന്നവരെ മുസ്ലിമിനെ എതിരെ ഒന്നും പറഞ്ഞിട്ട് ഞാനൊരു മതവിശ്വാസിയാണ്. ജോയ് മാത്യു സാറിനെ പോലല്ല, ഉണ്ട് മതവിശ്വാസം ഇല്ലെന്ന് തോന്നുന്നു. എനിക്ക് ഒരു മതവിശ്വാസി ആയിരിക്കുന്നിടത്തോളം കാലം മറ്റൊരു മതത്തെ വിദ്വേഷിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് ചിലരുടെ അജണ്ടയുടെ ഭാഗമായി പറയുന്നതാ. ഇന്ന് കോഴിക്കോട് വന്നപ്പോ നിങ്ങളുടെ ഈ പരിപാടിക്ക് ശേഷം ഇതിനു മുമ്പ് ഞാൻ ഒരേ ഒരു കാര്യമേ അഡീഷണലായി ചെയ്തുള്ളൂ. മുനീർ സാഹിബിനെ പോയി കാണുമായിരുന്നു. മുനീർ സാഹിബിന് ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് നമുക്കറിയാം. ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചാണ് അദ്ദേഹം എന്നെ സ്വീകരിച്ചത്. കാരണം അദ്ദേഹത്തിന് അറിയാം ഞാൻ ആരാണെന്ന്. അതുകൊണ്ട് പറയുന്നു, നമുക്കെതിരെ സംഘടിതമായി നടക്കുന്ന നിങ്ങൾക്ക് കൃത്യം അറിയില്ല. കൊച്ചിന്റെ പേരെന്നായിരുന്നു? റജിയുടെ ബിഗലിന്റെ കാര്യം അറിയാമല്ലോ. എന്തായിരുന്നു അന്നത്തെ പത്രങ്ങളിലെ വാർത്ത? ബിഗലിനെ തട്ടിക്കൊണ്ടുപോയത് പിതാവ് റജിയുടെ കൂടി ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ഇവിടുത്തെ ചാനലുകൾ എഴുതി. ആലോചിച്ചു നോക്കിയേ. പേടിച്ചുപോയി. എനിക്കറിയാം ബിഗൽ പേടിച്ചുപോയി, ജാസ്മിൻ ഷാ പേടിച്ചുപോയി. അന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ അങ്ങനെയല്ല എന്ന് സത്യം പറഞ്ഞില്ല. എന്നിട്ട് എന്തായി? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, UNA എന്ന് പറയുന്ന സംഘടന നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഭാഗ്യം, നിങ്ങളുടെ അവകാശങ്ങളിലേക്ക് നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ കഴിയുന്നു എന്നതാണ്. നിങ്ങൾ ഒരു കാര്യം അന്വേഷിച്ച് മനസ്സിലാക്കുക. UNAയുടെ യൂണിറ്റ് ഇല്ലാത്ത പലയിടങ്ങളിലും ഇപ്പോഴും 10,000 12,000 രൂപ മാത്രമേ ശമ്പളമുള്ളൂ. അത് മാത്രം തിരിച്ചറിയുക. നിങ്ങൾ ഒരുമിച്ച് നിൽക്കുക. നിങ്ങളെ സൈബർ ആക്രമണം നടത്തിയ തിരിച്ച് സത്യം പറഞ്ഞുകൊണ്ട് ആക്രമിക്കാനുള്ള തന്റെ ഇടമുള്ള എന്നെ പോലുള്ള മനുഷ്യർ ഈ ലോകത്തുണ്ട്. ഒപ്പം ഉണ്ടാവും. സത്യത്തിന് വേണ്ടി നിൽക്കുക. ഒരു ഭയവും വേണ്ട. ഇനി നിങ്ങൾ വേണ്ടത് നിങ്ങളുടെ ശക്തി തെളിയിക്കണം. ഇങ്ങനെ നിങ്ങൾ സംസ്ഥാനത്തെ മിക്കയിടങ്ങളിലും വ്യത്യസ്തമായ പരിപാടികൾ നടത്തണം. രാഷ്ട്രീയക്കാരോട് വരാൻ പറയണം. അവർ തിരിച്ചറിയണം. നിങ്ങളുടെ കുടുംബങ്ങളിലുള്ളവരോട് വോട്ട് ചോദിക്കാൻ വരുന്ന രാഷ്ട്രീയക്കാരോട് പറയാൻ പറയണം. നേഴ്സുമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് തന്നെ ഇത്ര ബുദ്ധിമുട്ടെന്ന് ചോദിക്കാൻ പറയണം. അവരുടെ സമയക്രമം നിജപ്പെടുത്താൻ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട് ചോദിക്കാൻ പറയണം. അവർക്ക് മനസ്സിലാവും നിങ്ങളുടെ സ്വാധീനം. അല്ലാതെ ചില സമുദായ ആചാര്യന്മാർ ഭയപ്പെടുത്തുന്നത് പോലെ അല്ല. അതിനപ്പുറത്തേക്ക് ഈ സമുദായ നേതാക്കൾ പറഞ്ഞാൽ അവരുടെ വീട്ടിലുള്ളവർ പോലും കേൾക്കത്തില്ല എന്ന സത്യം. പക്ഷെ അങ്ങനെയല്ല. UNA എന്ന് പറയുന്ന സംഘടന എന്ന് പറഞ്ഞാൽ, അത് ജാസ്മിൻ ഷാ പറയുന്നത് കൊണ്ടല്ല, UNA എന്ന സംഘടന പറഞ്ഞാൽ ആളുകൾ കേൾക്കും. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഐക്യം കൂടുതൽ കൂടുതൽ ബലപ്പെടണം. നിങ്ങൾ ഭയപ്പെട്ട് മാറി നിൽക്കരുത്. നിങ്ങൾ വീട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. എന്നിട്ട് നിങ്ങൾ കൂടുതൽ കൂടുതൽ രംഗത്തേക്ക് വരണം. നിങ്ങളുടെ സമരങ്ങളെ, ഇപ്പൊ തെരഞ്ഞെടുപ്പ്, ജോയ് സാറിന് വിശ്വസിക്കാൻ പറ്റത്തില്ല. UNAയുടെ നേതൃത്വത്തിൽ നേഴ്സിംഗ് കൗൺസിലിലേക്ക് വലിയ ക്യാമ്പയിൻ നടത്തി തെരഞ്ഞെടുപ്പ് നടന്നു. വോട്ട് ചെയ്ത 90% വോട്ടും UNAക്ക് വേണ്ട ചെയ്ത. അങ്ങനെയാണ് ക്യാമ്പയിൻ നടത്തിയത്. പക്ഷെ ആ വോട്ടെല്ലാം കള്ള വോട്ടാന്ന് പറഞ്ഞ് ആകപ്പാടെ 10,000-ൽ താഴെ വോട്ട് ചെയ്തവരെ വിജയിയായി പ്രഖ്യാപിച്ച അന്ന് രാത്രി തന്നെ നേഴ്സിംഗ് കൗൺസിൽ സത്യപ്രതിജ്ഞ ചെയ്തു. കോടതിയിലാണ് കേസ്. ഇതൊക്കെ തിരിച്ചെടുക്കാൻ, ഇതൊക്കെ മാറ്റിമറിക്കാൻ നിങ്ങൾ രംഗത്തിറങ്ങിയാൽ സാധിക്കും. നിങ്ങളുടെ പിന്നാലെ മാധ്യമങ്ങൾ വരുന്ന, നേതാക്കൾ വരുന്നൊരു കാലമുണ്ടാവണം. നിങ്ങൾ വലിയ പരിപാടികൾ നടത്തണം. നേഴ്സുമാർ മാത്രമല്ല, നേഴ്സിംഗ് കുടുംബാംഗങ്ങളെ കൂടി ചേർത്ത് തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനത്ത് പരിപാടി നടത്തണം. അതൊക്കെ സ്പോൺസർ ചെയ്യാൻ ആളുകളെ കിട്ടും. നോക്കൂ, ഇപ്പോൾ കോഴിക്കോട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുക. ചിന്തിക്കാൻ പറ്റുമായിരുന്നു നേരത്തെ സാഹിത്യത്തിന് വേണ്ടി ഇത്ര ആളുകൾ എത്തുമെന്ന്. സാഹിത്യമാണ് ഇതിന്റെ കോർ തീമെന്ന് ഓർക്കണം. എന്തൊരാളാണ്. ഞാനിന്ന് നമ്മുടെ പാറഗണി പോയി. സുമേഷന്റെ സുഹൃത്താ, സുമേഷ് വന്നിട്ടുണ്ട്. സുമേഷ് എന്നോട് പറഞ്ഞു, അവിടുത്തെ ഗസ്റ്റിന്റെ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഞാൻ. അത് ആര് ഗസ്റ്റ് വന്നാലും അവരുടെ ഫുഡ് കൊടുക്കുന്നത് ഞാനാണ്. പക്ഷെ എനിക്ക് അവിടെ കൗണ്ടർ ഇട്ട് ഫുഡ് വിൽക്കാം. ഒരു ദിവസം 8 ലക്ഷം രൂപയുടെ ഭക്ഷണം വിറ്റുപോകുന്നത്. ഒരു ദിവസം 8 ലക്ഷം രൂപയുടെ ഭക്ഷണം വിറ്റുപോകുന്നത്. അത് അത്തരത്തിലുള്ള ഒരു ശക്തി നിങ്ങൾ തെളിയിക്കണം. വെറുതെ ഞാൻ എറണാകുളത്തെ മീറ്റിംഗ് വന്നിരുന്നു, വണ്ടിക്ക് വരുന്നു, കുറച്ചേരം ഇരിക്കുന്നു, പോകുന്നു. അങ്ങനെയല്ല. നിങ്ങൾ ആക്റ്റീവ് ആവണം. നിങ്ങളുടെ കുടുംബാംഗങ്ങളെ കൂട്ടണം. നിങ്ങളുടെ ഈ കൂട്ടായ്മ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് അവഗണിക്കാൻ കഴിയാത്ത ശക്തിയായി മാറണം. ഒരു സംശയവും വേണ്ട. കൂടെയുണ്ട് ഞാൻ, കൂടെയുണ്ട് സമൂഹം, കൂടെയുണ്ട് സത്യസന്ധരായ മനുഷ്യർ മുഴുവൻ. ജയ് UNA.